നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. എവിടെ വരുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെ ആണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇറാനുമായി നടത്തിയ ചർച്ച ഫലപ്രദം കണ്ടുവെന്ന് ട്രംപ് അറിയിച്ചു. ഇറാനിൽ ഊർജ്ജ പ്ലാന്റുകൾക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കും എതിരായ ആക്രമണം 5 ദിവസം നിർത്തിവെക്കാൻ യുദ്ധ മന്ത്രാലയത്തിന് അദ്ദേഹം നിർദ്ദേശം നൽകിയതാണ് റിപ്പോർട്ട്. അതേസമയം മുന്നറിയിപ്പിനെ തുടർന്നാണ് ട്രംപ് പിന്മാറിയെന്ന കാബൂളിലെ ഇറാൻ എംബസി അറിയിച്ചു. ഇറാനും യുഎസുമായി ഒരു ചർച്ചയും നടന്നു വരുന്നില്ലെന്ന് ഇറാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ ആസൂത്രിതമായ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് യുഎസ് പ്രതിരോധ വകുപ്പിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ചർച്ചകളുടെ വിശദാംശങ്ങളോ വ്യക്തമായ കരാറുകളോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. രാജ്യത്തെ ഡീസലിന്റെ വില ലിറ്ററിന് $3 അധികമായി വരാൻ സാധ്യതയുണ്ടെന്ന് NRMA അറിയിച്ചു. ഇത് ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയെ മുഴുവനും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഡീസലിന്റെ വില ലിറ്ററിന് $4.93 കഴിഞ്ഞ ആഴ്ച മാത്രം ഇത് 32 സെന്റോളം വില വർധനവുണ്ടായിരുന്നു. എന്നാൽ ഡീസലിന്റെ വില വർധനവ് പലചരക്കുകളുടെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും തുകയിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇത് ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്നും കണക്കാക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളെ തുടർന്ന് ഓസ്ട്രേലിയയിൽ ഇന്ധന വിതരണം തടസ്സപ്പെടുകയും രാജ്യം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതായി റിപ്പോർട്ട്. സപ്ലൈ തടസ്സപ്പെട്ടതോടെ ന്യൂ സൌത്ത് വെയിൽസ്, ക്യൂൻസ്ലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 100 കണക്കിന് പെട്രോൾ പമ്പുകൾ ഇതിനോടകം അടച്ചുപൂട്ടിയിട്ടുണ്ട്. പ്രധാന നഗരങ്ങളിലെ പമ്പുകൾ ഇന്ധനത്തിനായി വലിയ ക്യൂ അനുഭവപ്പെടുമ്പോൾ ഗ്രാമീണ മേഖലകളിൽ ഡീസൽ ക്ഷാമം കൃഷിയെയും ചരക്ക് നീക്കത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. ഏപ്രിൽ പകുതിയോടെ പ്രതിസന്ധി കൂടുതൽ വഷളാകുമെന്നും ആവശ്യമെങ്കിൽ ഇന്ധന റേഷനിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇന്ധന ശേഖരം സുരക്ഷിതമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരായി ഇന്ധനം പൂഴ്ത്തിവെക്കരുതെന്നും സർക്കാർ വൃത്തങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും കൂടുതൽ ഇന്ധനം എത്തിക്കാനുള്ള ശ്രമങ്ങൾ അധികൃതർ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനായി ഉദ്യോഗസ്ഥർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് ഉചിതമായ തീരുമാനമായിരിക്കുമെന്ന് ഊർജ്ജമന്ത്രി ക്രിസ് ബോവൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ 10 നിർദ്ദേശങ്ങൾ മുൻനിർത്തിയാണ് യാത്രകൾ ഒഴിവാക്കി ഇന്ധനം ലാഭിക്കാൻ മന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈവേകളിലെ വേഗത കുറയ്ക്കുന്നതിനും പൊതുഗതാഗതം ഉപയോഗിക്കുന്നതും നിലവിലെ ഇന്ധനക്ഷാമം പരിഹരിക്കാൻ സഹായകരമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പെട്രോൾ പമ്പുകളിലെ തിരക്ക് കുറയ്ക്കാനും ലഭ്യമായ ഇന്ധനം കൂടുതൽ കാലം നിലനിർത്താനും ഈ നടപടികൾ അത്യാവശ്യമാണെന്ന് സർക്കാർ കരുതുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഇത് സാധ്യമല്ലെങ്കിലും ചെയ്യാൻ കഴിയുന്നവർ ഈ സഹകരണം നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. പ്രതിസന്ധി മറികടക്കാൻ ദേശീയ ഇന്ധന റിസർവ് തുറന്നു കൊടുക്കുന്ന കാര്യവും സർക്കാർ പരിഗണനയിലുണ്ട്. നോർത്തേൺ ടെറിട്ടറിയിൽ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയ നരേൽ ചുഴലിക്കാറ്റ് ഇപ്പോൾ പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ തീരത്തേക്ക് നീങ്ങുന്നു. നിലവിൽ നോർത്തേൺ ടെറിട്ടറി തീരം കടന്ന ഈ ചുഴലിക്കാറ്റ് വലിയ രീതിയിലുള്ള മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും കാരണമായിട്ടുണ്ട്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ കിംബർലി മേഖലയിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പെർത്ത് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും ആഴ്ച അവസാനത്തോടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറാനും അടിയന്തര കിറ്റുകൾ തയ്യാറാക്കാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും വിനോദസഞ്ചാരികളും തീരപ്രദേശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. Planning to buy your dream jewelry the smart way? Introducing our Jewelry Purchase Program, a simple way to purchase your jewelry through easy monthly installments. Choose the monthly installment amount and plan duration as per your convenience. Gold weight equivalent to your monthly payment gets accumulated every month. Bring home your dream jewelry at the end of the program. Complete transparency and the assurance of the trusted Malabar Promise. Bring home the shine with the Jewelry Purchase Program. Enroll today. ശമ്പള വർധനവും ജോലിഭാരം കുറയ്ക്കണമെന്ന ആവശ്യവും ഉന്നയിച്ച വിക്ടോറിയയിൽ 10,000-കണക്കിന് അധ്യാപകർ ഇന്ന് പണിമുടക്കും. സർക്കാരുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് 13 വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു അധ്യാപക സമരം നടക്കാതിരുന്നത്. 35% ശമ്പള വർധനവ് വേണമെന്നാണ് അധ്യാപക സംഘടനകളുടെ പ്രധാന ആവശ്യമെങ്കിലും സർക്കാർ വാഗ്ദാനം ചെയ്തത് വളരെ കുറഞ്ഞ തുകയാണെന്നാണ്
അധ്യാപകർ ആരോപിക്കുന്നത്. സമരം നടക്കുന്നതോടെ സംസ്ഥാനത്തെ നൂറുകണക്കിന് സർക്കാർ സ്കൂളുകളുടെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടുകയും വിദ്യാർത്ഥികൾക്ക് അവധി നൽകേണ്ടി വരികയും ചെയ്യും. അധ്യാപകരുടെ കുറവും ജോലിഭാരവും കാരണം വിദ്യാഭ്യാസ മേഖല തകർച്ചയിലാണെന്ന് ഇതിന് അടിയന്തര പരിഹാരം വേണമെന്നും സംഘടനകൾ വാദിക്കുന്നുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് യൂണിയനുകളുടെ തീരുമാനം. മെൽബണിലെ മലയാളി കൂട്ടായ്മയായ പുലരി വിക്ടോറിയയുടെ 21ാമത് വാർഷിക സ്റ്റേജ് ഷോ പാസ് 2026 പ്രൗഢഗംഭീരമായി നടന്നു. കഴിഞ്ഞ മാർച്ച് 21-ന് സ്പ്രിംഗ്വേൽ സിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് കലാസ്വാദകരാണ് ഒത്തുചേർന്നത്. വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ച് രാത്രി 10 മണി വരെ നീണ്ടുനിന്ന കലാവിരുന്നിൽ 200-ലധികം കലാകാരന്മാരാണ് വേദിയിൽ അണിനിരന്നത്. കേരളത്തിന്റെ തനിമയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന വിവിധ പരിപാടികൾ കാണികൾക്ക് ഹൃദ്യമായ അനുഭവമായി മാറിയിരുന്നു. പ്രവാസി മലയാളി സമൂഹത്തിനിടയിൽ പുലരി വിക്ടോറിയ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ സാക്ഷ്യപത്രമായി പരിപാടി മാറുകയും ചെയ്തു. സ്റ്റേജ് ഷോ വൻ വിജയമാക്കാൻ സഹായിച്ച വിശിഷ്ട വ്യക്തികൾക്കും പരിപാടികൾ അവതരിപ്പിച്ച കലാകാരന്മാർക്കും പുലരി കമ്മിറ്റി നന്ദി അറിയിച്ചു. കൂടാതെ വരും വർഷങ്ങളിലും കൂടുതൽ വിപുലമായി പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പുലരിയുടെ തീരുമാനമെന്ന് ഭാരവാഹികളും അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ BJP സീലെന്ന CPM ആരോപണം. കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച ഇമെയിലിൽ സന്ദേശത്തിനൊപ്പമുള്ള കത്തിലാണ് കേരള BJPയുടെ സീൽ പതിച്ചിരിക്കുന്നതെന്നാണ് CPMന്റെ ആരോപണം. CPM Xൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2019 മാർച്ച് 19-ന് തയ്യാറാക്കിയ കത്താണത്. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരേ സീലാണോ ഉപയോഗിക്കുന്നതെന്ന വിമർശനത്തോടെയാണ് CPM ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയപരിധി അവസാനിച്ചു. 140 മണ്ഡലങ്ങളിലായി ഇതുവരെ 1269 പത്രികകളാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. 26 വരെ പത്രിക പിൻവലിക്കാം. അതോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം തെളിയും. ഇത്തവണ പത്രിക സമർപ്പിക്കാനുള്ള സമയം തീരെ കുറവായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം 6 പ്രവൃത്തി ദിവസം മാത്രമാണ് പത്രിക സമർപ്പണത്തിനായി ഉണ്ടായിരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ലോക്സഭയിൽ വിശദീകരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം ആശങ്കയുണ്ടാക്കുന്നതെന്നും ജനങ്ങളെ പ്രതികൂലമായി തന്നെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. 1 കോടി ഇന്ത്യക്കാരാണ് ഗൾഫിലുള്ളത്. അവർക്ക് എല്ലാ സഹായവും നൽകുന്നുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും കൺട്രോൾ റൂം തുറക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.